നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 31. അങ്ങനെ നമ്മൾ ഈ കലണ്ടർ മാസത്തിലെയും ഈ ആഴ്ചയിലെയും അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് എൻ്റർ ആവുകയാണ്. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് യാതൊരു അയവും വന്നിട്ടില്ല. അത് അതേപടി തന്നെ തുടരുന്നുമുണ്ട്. കഴിഞ്ഞ ആഴ്ച ആൽഫബറ്റിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സിൽ AI സ്പെൻഡിങ്ങിന്റെ മുകളിൽ ഉയർത്തിയ ആശങ്ക മൂലം തിങ്കളാഴ്ച മുതൽ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച വരെ നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ ആകാതിരുന്ന US മാർക്കറ്റുകൾക്ക് ഇന്നലെ മറ്റൊരു ബിഗ് ടെക് ഫേമായ മൈക്രോസോഫ്റ്റിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് ശക്തമായ പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഫലമായിട്ട് AI സ്പെൻഡിംഗ് ഉയർത്തുന്ന ആശങ്കകൾ ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഇന്നലെ US മാർക്കറ്റുകൾ ശക്തി ആർജിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. മാത്രമല്ല അത് ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിലും പ്രകടമാണ്. എസ്പെഷ്യലി AI ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റായ കൊറിയൻ മാർക്കറ്റിൽ ഇന്ന് 12% നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. അവയെക്കുറിച്ചൊക്കെ വിശദമായി ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ മാരുതി സുസുക്കി ഇന്ത്യ, ബജാജ് ഫിൻസർവ്, ITC, സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഗെയിൽ, ശ്രീ സിമെന്റ്, ബജാജ് ഹോൾഡിംഗ്സ്, ABB ഇന്ത്യ, ആധാർ ഹൗസിംഗ് ഫൈനാൻസ്, ആദിത്യ ബിർള ക്യാപിറ്റൽ, ക്ലീൻമാക്സ് എൻവിരിയോ എനർജി സൊല്യൂഷൻസ്, ഡിക്സൺ ടെക്നോളജീസ്, ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ്, നാഷണൽ അലൂമിനിയം കമ്പനി, നാരായണ ഹൃദയാലയ, ഷാഡോ ഫാക്സ് ടെക്നോളജീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്നവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം 24,400 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ ശക്തമായ റെസിസ്റ്റൻസ് ഒരുപക്ഷെ നേരിട്ടേക്കാം. കാരണം ഇന്നലെ നമ്മൾ കണ്ട പോലെ തന്നെ നിഫ്റ്റിയുടെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 200 EMA ഈ ലെവലിലായിട്ടാണ് നിലനിൽക്കുന്നതും. ഇന്നലത്തോടുകൂടി ഉണ്ടായ നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് അതിന്റെ കഴിഞ്ഞ ആഴ്ചയിലെ നഷ്ടങ്ങളൊക്കെ തിരിച്ചു പിടിക്കുവാൻ സാധിക്കുക മാത്രമല്ല 200 EMA ഒഴികെ ബാക്കി ഷോർട്ട് മിഡ് ടൈം 100 EMA ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനുമായി. ആയതിനാൽ തന്നെ ഇന്ന് അപ്പർ സൈഡിലേക്ക് 24,400 എന്ന ലെവൽ നിഫ്റ്റിക്ക് അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 24,500, തുടർന്ന് 24,600 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ 24,600 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അപ്പർ സൈഡിലേക്ക് വളരെ ക്രൂഷ്യലുമാണ്. കാരണം ഈ അടുത്ത കാലത്തെ നിഫ്റ്റിയുടെ സ്വിംഗ് ഹൈ നിലനിൽക്കുന്നതും 24,606 എന്ന ലെവലിലാണ്. എന്നാൽ അതേസമയം ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,100 എന്ന ലെവൽ പ്രധാന ഒരു സപ്പോർട്ട് ഏരിയ ആണെങ്കിലും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ക്രൂഷ്യലുമാണ്. ആയതിനാൽ തന്നെ എന്തെങ്കിലും കാരണവശാൽ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഗ്ലോബലിയോ പ്രധാനപ്പെട്ട ഈവന്റുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഇന്നലെ US നിന്നും ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിയോടുകൂടി റിലീസ് ചെയ്യപ്പെട്ട Q2 GDP ഗ്രോത്ത് റേറ്റ് 2% എന്ന മാർക്കറ്റ് എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാനായില്ലെങ്കിലും 1.5% റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. കൂടാതെ അതേസമയം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജൂൺ മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള പേഴ്സണൽ സ്പെൻഡിംഗില് മന്ത് ഓൺ മന്ത് ബേസിസിൽ 0.3% വർധനവും റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ജൂൺ മാസത്തിൽ തന്നെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള കോർ PCE പ്രൈസ് ഇൻഡെക്സിലും ഫോർകാസ്റ്റ് ചെയ്തിരുന്നത് 0.2% ആയിരുന്നെങ്കിലും 0.1% ആക്ച്വലി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. ജൂൺ മാസത്തിലെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള പേഴ്സണൽ ഇൻകത്തിലും 0.2% വർധനവാണ് റിപ്പോർട്ട് ചെയ്തതും. ആയതിനാൽ തന്നെ ഇന്നലെ US നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഈ 4 ഡേറ്റകളും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തരക്കേടില്ലാത്ത രീതിയിലാണ് റിലീസ് ചെയ്യപ്പെട്ടതും. ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഫെഡ് ചെയർമാന്റെ സ്പീച്ചിൽ ഹോക്കിഷ് ആയിട്ടുള്ള കമന്റ് വന്നെങ്കിൽ കൂടിയിട്ടും ഫെഡ് മോണിറ്ററി പോളിസിയുടെ ഭാഗമായി പുറത്തു വന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ US ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റഡി ആയിട്ട് തന്നെ US ഫെഡ് നിലനിർത്തിയതിനെ തുടർന്നും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും തുടർച്ചയായിട്ട് രണ്ടാം ദിനത്തിലും വന്ന ശക്തമായ ബൈങ്ങിന്റെ ഫലമായിട്ടും ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് നേട്ടം തുടരുവാനായെന്ന് മാത്രമല്ല ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈങ് ശക്തമാക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും
സാധിക്കുക. 3623.51 കോടി രൂപയ്ക്ക് തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും അവർ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് ആണ് നടത്തിയത്. എന്നാൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1864.03 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തുകയും ചെയ്തത്. ഇന്ന് പ്രധാനമായും 2 IPOസിന്റെ ലിസ്റ്റിംഗ് ആണ് നടക്കാനുള്ളത്. ക്യൂബ് ഹൈവേസ് ട്രസ്റ്റിന്റെ IPO മെയിൻ ബോർഡിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സിൽവർ സ്ട്രോം പാർക്സ് ആൻഡ് റിസോർട്ട്സിന്റെ IPO SMA സെഗ്മെന്റിലേക്കും ലിസ്റ്റ് ചെയ്യപ്പെടും. കോൾ ഇന്ത്യ, ഐഷ മോട്ടോഴ്സ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, പവർ ഫൈനാൻസ് കോർപ്പറേഷൻ, REC, ഭാരതി ഹെക്സാകോം, AU സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ആസ്ട്രാസെനക്ക ഫാർമ ഇന്ത്യ, ADC ഇന്ത്യ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആണിന്ന്. ADR സ്റ്റോക്സുകളിലേക്ക് വരുമ്പോൾ തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനുകളിലേറെയായി ശക്തമായ പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്ന ഇന്ത്യൻ IT മേഖലയ ഇന്നലെ ദുർബലപ്പെടുന്ന കാഴ്ചയാണ് US മാർക്കറ്റിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുക. ഇൻഫോസിസ് ADRന് 5%-ലേറെയും വിപ്രോയ്ക്ക് 1%-ലേറെ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ആക്സിസ് ബാങ്ക് ADRന് 1.5%-അടുത്തും, ഡോക്ടർ റെഡ്ഡീസിന് 0.5%-ലേറെയും, HDFC ബാങ്കിന് 0.5%-അടുത്തും, ICIC ബാങ്ക് ADRന് 1.25%-അടുത്തും നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ തുടർച്ചയായി ഏതാനും ട്രേഡിംഗ് സെഷനുകളായിട്ട് വീക്ക്നെസ് തന്നെയായിരുന്നു US മാർക്കറ്റിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. വീഡിയോയുടെ ആദ്യം നമ്മൾ കണ്ട കാരണങ്ങൾ മൂലം മാത്രമല്ല, മിനിങ്ങാന്നുണ്ടായ ശക്തമായ ഇടിവിനെ തുടർന്ന് S&P 500-ന് അതിന്റെ 1 മാസത്തെ ലോയിലേക്ക് എത്തിച്ചേരേണ്ടി വന്നപ്പോൾ നാസ്ഡാക്കിന് അതിന്റെ 3 മാസത്തെ ലോയിലേക്കും എത്തിച്ചേരേണ്ടതായിട്ടും വരികയും ചെയ്തു. എന്നാൽ വീഡിയോയുടെ ആദ്യം നമ്മൾ കണ്ട കാരണങ്ങൾ മൂലം ഇന്നലെ US മാർക്കറ്റിന് തീപിടിക്കുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുക. S&P 500-ന് ഇന്നലെ 1.66%-ന്റെയും നാസ്ഡാക്കിന് 2.79%-ന്റെയും നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തിൽ തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചപ്പോൾ ശക്തമായ ഒരു പോസിറ്റിവിറ്റി അനുഭവപ്പെടാതിരുന്ന യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 1%-അടുത്തും ജർമ്മൻ മാർക്കറ്റിന് 0.5%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിലും എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 5%-അടുത്ത് നേട്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് 14.5%-ന്റെ നേട്ടത്തോടു കൂടിയിട്ടുമാണ് ട്രേഡിംഗ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. കൊറിയൻ മാർക്കറ്റ് നമുക്കറിയാം, എസ്പെഷ്യലി AI ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഡിപ്പെൻഡ് ചെയ്ത് മുന്നേറുന്ന മാർക്കറ്റ് തന്നെയാണ്. അവയ്ക്കുണ്ടായ ക്ഷീണം 2 മാസത്തിലേറെ കാലമായിട്ട് കൊറിയൻ മാർക്കറ്റിനെ ശക്തമായിട്ടും അലട്ടുന്നുണ്ടായിരുന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം നേരിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും വീണ്ടും 0.5%-ന്റെ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. എങ്കിലും ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുമ്പോഴുള്ള ലെവലിന് താഴെയായിട്ടാണ് നിലവിൽ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വില നിലകൊള്ളുന്നതും. ബ്രന്റ് ക്രൂഡിന്റെ വില $87.09 per ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $83.79 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില നമ്മുടെ മാർക്കറ്റ് ഇന്നലെ അടച്ചതിന് ശേഷം നേരിയ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും നിലവിൽ 0.5%-ന്റെ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. $493.26 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇന്നലെ ഉണ്ടായ നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിയുടെ PCR 1.29 എന്ന നിലയിലേക്ക് അൾട്രാ ബുള്ളിഷ് ആയിട്ട് മാറിയപ്പോൾ മാക്സ് പെയിൻ 24,200 എന്ന ലെവലിൽ നിന്നും 24,250 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,600 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആസ്ട്ര മൈക്രോവേവ് പ്രോഡക്ട്സ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ നിന്ന് 2,205.23 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. നവീൻ ഫ്ലോറൈൻ ഇന്റർനാഷണൽ സോഡിയം ബോറോഹൈഡ്രേറ്റ് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനായി കമ്പനി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനുമായിട്ട് കരാറിൽ ഒപ്പുവെച്ചു. സഫയർ ഫുഡ്സ് ഇന്ത്യ, ഫിഡലിറ്റി ഫണ്ട്സ് ഇന്ത്യ ഫോക്കസ് ഫണ്ട്,
ഓഹരി ഒന്നിന് 195 രൂപ 70 പൈസ per ഷെയർ നിരക്കില് 39.58 കോടി രൂപ മുടക്കി 20.22 ലക്ഷം ഷെയർസ് അഥവാ 0.62% സ്റ്റേക്ക് സ്റ്റോക്കിൽ സ്വന്തമാക്കി. ടാറ്റ സ്റ്റീൽ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ പ്രോഫിറ്റില് 11.6%, റവന്യൂവില് 14.3% വർധനവ് റിപ്പോർട്ട് ചെയ്തു. ബജാജ് ഫൈനാൻസ് പ്രോഫിറ്റില് 28%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 23% വർധനവ് രേഖപ്പെടുത്തി. സ്വിഗ്ഗി കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 1197 കോടി രൂപ നഷ്ടത്തിൽ നിന്നും ഇത്തവണ നഷ്ടം കുറച്ചുകൊണ്ട് 791 കോടി രൂപയായിട്ട് നഷ്ടം കുറച്ചു. റവന്യൂവില് അതേസമയം 37.3% വർധനവും രേഖപ്പെടുത്തി. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ പ്രോഫിറ്റില് 35% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം റവന്യൂ ഫ്ലാറ്റ് ആയിട്ടും റിപ്പോർട്ട് ചെയ്തു. മസ്ഗോണ്ടോക് ഷിപ്പ് ബിൽഡേഴ്സ് പ്രോഫിറ്റില് 21%, റവന്യൂവില് 12.1% വർധനവ് രേഖപ്പെടുത്തി. ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് പ്രോഫിറ്റില് 4.6%, റവന്യൂവില് 11.8% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. ഡാറ്റ പാറ്റേൺസ് ഇന്ത്യ പ്രോഫിറ്റില് 13% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 16.8% വർധനവും രേഖപ്പെടുത്തി. ആർതി ഇൻഡസ്ട്രീസ് പ്രോഫിറ്റില് 260% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 42.4% വർധനവും രേഖപ്പെടുത്തി. തെർമാക്സ് പ്രോഫിറ്റില് 83.4% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം റവന്യൂവില് 6.7% വർധനവും റിപ്പോർട്ട് ചെയ്തു. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.